ഞാൻ ഇന്നലെ കുട്ടനാട് ഉൾപ്പെടെ ആലപ്പുഴ ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ കൃഷിനാശം ഉണ്ടായ സ്ഥലങ്ങളിൽ പോവുകയുണ്ടായി. വ്യാപകമായിട്ടുള്ള കൃഷിനാശമാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ മഴ കൊണ്ട് നമുക്കുണ്ടായത്. ഇതിൽ കുട്ടനാട് മേഖലയിൽ കർഷകൻ്റെ വലിയ വിഷമവും പ്രയാസവും നിലനിൽക്കുകയാണ്. അതിശക്തമായിട്ടുള്ള മഴയും വെള്ളപ്പൊക്കവും ബണ്ട് വീഴ്ചയും കൃഷിഭൂമി മുഴുവൻ നികന്ന് ഒരു വലിയ സമുദ്രം പോലെ നിൽക്കുന്ന ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാഴ്ചയാണ് കുട്ടനാട്ടിൽ ഇന്നലെ കാണാൻ സാധിച്ചത്. കേരളത്തിൽ വിവിധ ജില്ലകളിൽ നിന്ന് ഓഗസ്റ്റ് മാസം 9-ാം തീയതി വരെ ലഭിച്ചതായിരിക്കുന്ന കൃഷിവകുപ്പ് നേതൃത്വത്തിൽ, കൃഷിഭവനുകളുടെ നേതൃത്വത്തിൽ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടുകളുടെ FIR-ന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ പ്രാഥമിക വിലയിരുത്തൽ അടിസ്ഥാനത്തിൽ 45,904 കർഷകരെ ഇത് ബാധിച്ചിട്ടുണ്ട്. 9,332 ഹെക്ടർ കൃഷിഭൂമി സീരിയസ് ആയി ഫ്ലഡ് എഫക്റ്റഡായി മാറിയിട്ടുണ്ട്. 127.61 കോടി രൂപയുടെ കൃഷി നഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ തുക ഒന്നുകൂടെ പറയാം. 45,904 കർഷകർ, 45,904 ഫാർമേഴ്സ്, 9,332 ഹെക്ടർ കൃഷിഭൂമി ബാധിച്ചത്. നഷ്ടം കണക്കാക്കിയിരിക്കുന്നത് 127.61 കോടി രൂപ. വലിയ നഷ്ടമാണ്. ഈ കാര്യത്തിൽ കേന്ദ്ര കൃഷിമന്ത്രിക്ക് 2 ദിവസം മുമ്പ് കത്തെഴുതി കേരളത്തിന് അടിയന്തര സഹായം ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് കത്തെഴുതിയത്. 10 കോടി രൂപ കാർഷിക ഭൂമി പുനഃക്രമീകരിച്ചെടുക്കാനും 100 കോടിയുടെ സഹായം ലഭ്യമാക്കാനും നഷ്ടം കണക്കാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംഘത്തെ അടിയന്തരമായി അയക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്താണ് കേന്ദ്ര കൃഷിമന്ത്രി ശ്രീ ശിവരാജ് സിംഗ് ചൗഹാന് നൽകിയിരിക്കുന്നത്. ഇതിലൊരു കാര്യം കൂടെ പറയുന്നു. വരുന്ന ചൊവ്വാഴ്ച കാലത്ത് 11 മണിക്ക് കൃഷി വകുപ്പ് മന്ത്രിയും സഹകരണ മന്ത്രിയും ഒരുമിച്ച് പങ്കെടുക്കുന്ന ഒരു സ്പെഷ്യൽ മീറ്റിംഗ് വിവിധ ധനകാര്യ സ്ഥാപനങ്ങളുടെയും വിവിധ ഏജൻസികളുടെയും ഒരു മീറ്റിംഗ് വിളിച്ചിരിക്കുകയാണ്. കാർഷിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഈ പ്രയാസത്തിൽ കർഷകരെ എങ്ങനെയൊക്കെ സഹായിക്കാം, അതിൻ്റെ കാര്യങ്ങൾ വിശദമായി ആലോചിച്ച് പദ്ധതികൾ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ആ മീറ്റിംഗ് വിളിച്ചിട്ടുള്ളത്. അതിൽ പുനർനടിയിൽ ഉൾപ്പെടെ കർഷകരെടുത്തിട്ടുള്ള ലോണുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന കാര്യം ഉൾപ്പെടെ ഇൻട്രസ്റ്റ് വേവിംഗ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യും. തുടർ ചർച്ചകൾ ഉണ്ടാകും, പദ്ധതികൾ രൂപപ്പെടുത്തും. കുട്ടനാട് ഏതാ? അല്ലല്ല, കേരളത്തിലെ പൊതുവായിട്ടുള്ള മൊത്തം കണക്കാണ്. കേരളത്തിലെ 14 ജില്ലകളും എഫക്റ്റഡാണ്. 14 ജില്ലകളും എഫക്റ്റഡാണ്. കഴിഞ്ഞ ദിവസത്തെ സാഹചര്യം വെച്ചുകൊണ്ട് എഴുതിയ കത്താണ്. ആ കത്തിനെ തുടർന്ന് അപ്ഡേറ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വീണ്ടും പോകും. നിലവിൽ നമ്മൾ 10 കോടി രൂപ മണ്ണിൻ്റെ പുനഃക്രമീകരണത്തിന് വേണ്ടിയാണ്. ഫെർട്ടിലിറ്റി ലോസ് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്കറിയാം, ഫ്ലഡ് ഉണ്ടാകുമ്പോൾ മണ്ണിൻ്റെ മൂലകങ്ങൾ നഷ്ടപ്പെടും. ഡ്രൗട്ട് ഉണ്ടാകുമ്പോൾ സമാനമായിട്ടുള്ള സാഹചര്യം വരും. ഈ മണ്ണിനെ ക്രമപ്പെടുത്തലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം. ആ മണ്ണ് പാകപ്പെടുത്തൽ, മണ്ണ് പരിശോധന, എന്തൊക്കെ ഫെർട്ടിലിറ്റി മൂലകങ്ങളുടെ നഷ്ടമുണ്ടായി അത് പുനഃക്രമീകരിച്ച് കൃഷി ഉപയുക്തമാക്കി മാറ്റി വിത്തും വളവും നടീൽ വസ്തുക്കളും കൊടുത്ത് അവരെ കൃഷിയിലേക്ക് വീണ്ടും ഇറക്കാനുള്ള സംവിധാനമാണ്. അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണമാണ് ഈ 11-ാം തീയതിയിലെ ഈ മീറ്റിങ്ങിൽ ആവിഷ്കരിക്കുന്നത്. ഏതാ? 10 കോടി രൂപ പുനഃകൃഷിക്ക് വേണ്ടിയിട്ടുള്ള നടപടികൾ. നമ്മൾ
നമ്മൾ കഴിഞ്ഞ ദിവസം കത്തിൽ പ്രാഥമികമായിട്ടുള്ള ലെറ്ററിൽ നമ്മൾ പറഞ്ഞ 110 കോടി രൂപയുടെ അടിയന്തര സഹായം ലഭ്യമാക്കണം എന്നുള്ളതാണ്. നാളെ കോഴിക്കോട് വെച്ചുകൊണ്ട് അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിൻ്റെ AIF അതിൻ്റെ ഒരു കോൺക്ലേവ് നടക്കുകയാണ് നാളെ കോഴിക്കോട്. കാർഷിക മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളും പരിപാടികളും രൂപപ്പെടുത്തിയെടുക്കാൻ ധനകാര്യ സ്ഥാപനങ്ങൾ, പ്രൈമറി അഗ്രികൾച്ചർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, FPOs, വിവിധ സംരംഭങ്ങൾ ഇവരൊക്കെയായി ബന്ധപ്പെട്ടതായിരിക്കുന്ന വായ്പയും ക്രമീകരണങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രധാനപ്പെട്ട ഒരു കോൺക്ലേവാണ്. അത് നാളെ കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലുള്ള പാലാഴിയിലെ കൃഷ്ണപിള്ള സ്മാരക ഓഡിറ്റോറിയത്തിൽ നടക്കുകയാണ്. കോർപ്പറേഷൻ്റെ സ്ഥാപനത്തിൽ വെച്ചുകൊണ്ട് നടക്കുന്നു.